السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം ഇതിഹാസം രചിച്ച മഹത്തുക്കളായ ബദരീങ്ങൾ അവരോടൊപ്പം സ്വർഗീയ ഭവനത്തിൽ ഉല്ലസിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ട 13 വർഷക്കാലത്തെ നരക തുല്യമായ ജീവിതത്തിൽ അതിൽ നിന്ന് മോചനം ആഗ്രഹിച്ചുകൊണ്ടും മറ്റും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി അവിടെ ഇസ്ലാമിക പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മക്കയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ മുഹമ്മദിനെയും സംഘത്തെയും അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് മനസ്സിലാക്കി അറേബ്യയിലെ ഏറ്റവും വലിയ ബിസിനസ് താരം അബൂ സുഫിയാൻ വലിയ ഒരു കച്ചവട സംഘത്തെ തെരുവിലിറക്കി അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഹമ്മദിനെതിരെ തിരിക്കാനുള്ള ആസൂത്രണവുമായി രംഗത്ത് വരികയാണ്. അറേബ്യ കണ്ട ഏറ്റവും വലിയ വ്യാപാര ശൃംഖലയായിരുന്നു ബുദ്ധിമാനായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിയത്. അക്ബറു കാഫിലത്തി മക്ക കണ്ട ഏറ്റവും വലിയ കച്ചവട സംഘമായിരുന്നു. 50,000 സ്വർണ ദീനാറ് വിവിധ മുതലാളിമാരിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് 1000 ഒട്ടകം അഥവാ 1000 കണ്ടെയ്നർ നിറയെ സാധനങ്ങളുമായി വിറ്റയക്കാൻ ഷാമിലേക്ക് പോവുകയാണ്. ലീഡർ അബൂ സുഫിയാൻ ആയിരുന്നു. എല്ലാ മുക്കുമൂലകളും നന്നായി മനസ്സിലാക്കി അറിവുള്ള ഏറ്റവും വലിയ തന്ത്രശാലിയായിരുന്നു അബൂ സുഫിയാൻ. സാധാരണ അറബികളുടെ കച്ചവട സംഘത്തിന് സുരക്ഷയായി പോകാറുള്ളത് 3-4 പേരാണെങ്കിൽ 30 മുതൽ 40 വരെയുള്ള പരിചയസമ്പന്നരായ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു മുമ്പിലും പിമ്പിലുമായി ഈ കച്ചവട സംഘത്തിനെ സംരക്ഷിക്കാൻ അവരോടൊപ്പം ചേർന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ വലിയ കച്ചവട സംഘം 1000 കണ്ടെയ്നർ നിറയെ വിവിധ സാമഗ്രികൾ കയറ്റിക്കൊണ്ട് ഷാമിലേക്ക് വ്യാപാരത്തിനായി പോകുന്ന ഇവർ മദീന വഴിയാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പരന്ന് വിശാലമായി സഞ്ചരിക്കുന്ന 1000 കണ്ടെയ്നറിലുള്ള മക്കയിലുള്ള ഏതാണ്ട് എല്ലാ സമ്പന്നരെയും പാർട്ണർഷിപ്പുള്ള വലിയ വ്യാപാര ശൃംഖല കണ്ടുകൊണ്ട് മുഹമ്മദും അനുയായികളും പിന്തിരിയുകയും മക്കയിലേക്ക് തന്നെ വന്ന് കീഴടങ്ങുകയും ചെയ്യണമെന്ന ഉള്ളിലുള്ളൊരു വ്യാമോഹവും കൂടി അബൂ സുഫിയാൻ മദീന വഴി കച്ചവട സംഘത്തെ തിരിച്ചുവിടുന്നതിൽ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് വില കൊടുത്തും ഇതിന് ഒരു തടയിടണം എന്ന് മനസ്സിലാക്കി മദീനയിൽ വന്ന് ആശ്വാസത്തിന്റെ പൂക്കൾ വിരിയുന്നതിന്റെ ഇടയിൽ ഉള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയിടാൻ പുറപ്പെടുകയാണ്. 313 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 17 വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആൾബലമില്ലാത്ത, ആയുധമില്ലാത്ത, ശക്തിയില്ലാത്ത, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, പാദരക്ഷകളില്ലാത്ത, ആദർശത്തിന്റെ പടച്ചട്ട മാത്രം കൈമുതലാക്കിയ
300 ചില്ലാനം അനുയായികളുമായി ഹബീബായ റസൂലുള്ളാഹി പുറപ്പെടുകയാണ്. പുറപ്പെടുന്നതിന്റെ മുമ്പ് എല്ലാ ആളുകളോടും ഹബീബ് കൂടിയാലോചന നടത്തുകയാണ്. ഇന്ന് സംഘടനാ രംഗത്തും കുടുംബരംഗത്തും സാമൂഹിക രംഗത്തും തീരെ ഇല്ലാത്ത ഒരു സംഗതിയാണ് മുഷാവറ എന്ന് പറയുന്നത്. മുഷാവറക്ക്, കൂടിയാലോചനക്ക് ഇസ്ലാം വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഇത്രയും വലിയ ഒരു പടയെ നേരിടാൻ 1000ഓളം വരുന്ന, അല്ലെങ്കിൽ 1300ഓളം വരുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയ സെറ്റപ്പുള്ള ഒരു കച്ചവട സംഘത്തെ നേരിടാൻ കയ്യിൽ യാതൊന്നുമില്ലാതെ പുറപ്പെടുന്ന ഈ സഖാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിയാലോചന നടത്തുകയാണ്. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ നിരവധി മുഹാജിറുകളും പച്ചക്കൊടി കാണിച്ചു. ഞങ്ങൾ റെഡിയാണെന്ന പ്രതികരണം കൊടുത്തു. അങ്ങനെ എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചനകൾ നടത്തുന്നതിന്റെ ഇടയിൽ ഖസറജുകളുടെ കമാൻഡർ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇയ്യാനാ തുരീദു യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളെയാണോ, ഞങ്ങളുടെ അഭിപ്രായമാണോ? എന്നാൽ വല്ലദീ നഫ്സി ബിയദി, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ മുൻനിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ലൗ അമർതന അൻ നുഖീലഹൽ ബഹ്റ, ഈ കാണുന്ന സേനയുമായി സമുദ്രം കീറിക്കടക്കാനാണോ നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ ലഖ്ലനാഹ, ഞങ്ങൾ കീറിക്കടക്കുക തന്നെ ചെയ്യും. മൂസാ നബിയോട് അനുയായികൾ പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില എന്നൊരു പ്രതികരണം ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുകയില്ല. ഈ കാണുന്ന ഖസറജ് വിഭാഗത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തു എന്ന ധീരോദാത്തമായ പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചു. ഈ പുറപ്പെടുന്ന സമയത്ത് ഏറ്റവും വലിയ ധീരനായ ഉമർ ചോദിച്ചിരുന്നില്ല, നബിയെ നമ്മൾ എങ്ങനെയാണ് പോവുക, നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്, നമുക്കതിന് കഴിയുമോ എന്ന ഒരാശങ്ക ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം കുറ്റമറ്റ സുസമ്മതനായ, ആരെയും നീതി കൊണ്ട് കീഴ്പ്പെടുത്തുന്നതായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ട് എന്ന ഒരൊറ്റ സമാധാനമാണ്, മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പുറപ്പാട് ആശങ്കാധിഷ്ഠിത പുറപ്പാടാണോ എന്നതിൽ ആർക്കും ആശങ്ക ഉണ്ടായിരുന്നില്ല. ഈ ഒരു പാഠമാണ് സുഹൃത്തുക്കളെ നമുക്കും ഉണ്ടാകേണ്ടത്. നാം അംഗീകരിക്കുന്ന ഒരു ലീഡർ, ആ ലീഡർ ഇന്നുവരെ നമ്മെ വഞ്ചിച്ച ചരിത്രമില്ല. ആകയാൽ ആ ലീഡർ മുമ്പോട്ട് വെക്കുന്ന പ്രമേയം മനസ്സ വാച കർമ്മണ, അതിന് പച്ചക്കൊടി കാണിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഈ ഒരൊറ്റ മാനസികമായ ഐക്യമായിരുന്നു അവരെ വിജയത്തിലേക്ക് പാറിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നല്ല തന്ത്രശാലിയായ ഹബീബ്, ഇനിയും ഒരു പിളർപ്പ്, യുദ്ധത്തിന് പുറപ്പെട്ടാലും ഒരു പിളർപ്പുണ്ടാകരുത് എന്നു മനസ്സിലാക്കി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ മുഹാജിറുകളുടെ പതാക അലി ഇബ്നു അബീ താലിബിന്റെ വശം ഏൽപ്പിക്കുകയാണ്. അൻസാറുകൾക്ക് വേറൊരു പതാക, അത് സഅദ് ഇബ്നു മുആദിന്റെ വശം ഏൽപ്പിക്കുകയാണ്. പബ്ലിക് പതാക മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സൈന്യത്തിന്റെ ബേക്ക് ഭാഗം വീക്ഷിക്കാനും സംരക്ഷിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. പതാക ഇനിയില്ല, ഇനിയും കുറച്ച് ആൾ ബാക്കിയാണ്. അവരോട് ഹബീബ് പറഞ്ഞു, നിങ്ങൾ എന്റെ സംരക്ഷകരാണ്. ഇങ്ങനെ എല്ലാവർക്കും ഡ്യൂട്ടി കൊടുക്കുക എന്നത് സംഘടനാ തലത്തിൽ വളരെ തന്ത്രപരമായ ഒരു വിഷയമാണ്. നമുക്കറിയാം, രാജ്യത്ത് നാം ഇന്ന് കാണുന്ന അരക്ഷിതാവസ്ഥയുടെ പ്രധാന കാരണം മുഷാവറ കുറവും
അതുപോലെ ഡ്യൂട്ടികളെല്ലാം ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒതുങ്ങി ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം വെറുതെ ഇരിക്കുമ്പോഴാണ് ഇബ്ലീസ് തമ്പുരാൻ വന്നുകൊണ്ട് അവരെ ഊതി അവർക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നിവരിൽ ഒതുങ്ങാതെ എല്ലാ മെമ്പേഴ്സിനും അധികാരം വികേന്ദ്രീകരിച്ചു കൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ കാണിച്ച തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഡ്യൂട്ടികളെല്ലാം വരുന്ന സമയത്ത് എല്ലാവർക്കും അത് വീതിച്ചു കൊടുത്തുകൊണ്ട് കറക്റ്റായ ഒരു ഡേറ്റ് പറഞ്ഞ് അതിൽ സമർപ്പിക്കാനുള്ള ഒത്താശയും കൂടി പറഞ്ഞാൽ കാര്യം വളരെ സ്പീഡിൽ മുമ്പോട്ടു പോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇന്റലിജൻസിനെ അയച്ചു. കച്ചവട സംഘം ഏതാണ്ട് ബദറിന്റെ ഓരത്തേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. പക്ഷേ അബൂ സുഫിയാൻ വലിയ തന്ത്രശാലിയായതുകൊണ്ട് അബൂ സുഫിയാന്റെ ഇന്റലിജൻസ് വൃത്തങ്ങൾ എല്ലാ മുക്കുമൂലകളും അരിച്ചു പെറുക്കുകയാണ്. ആ സമയത്ത് അവർക്ക് കിട്ടിയത് ഒട്ടകത്തിന്റെ കാഷ്ടമായിരുന്നു. ആ കാഷ്ടം എടുത്ത് പൊട്ടിച്ച് വാസനിച്ചു നോക്കുമ്പോൾ ഇത് മദീനയുടെ കാരക്കയുടെ ഗന്ധകമുണ്ട്, വാസനയുണ്ട് എന്ന് മനസ്സിലാക്കി അബൂ സുഫിയാൻ മുഹമ്മദിന്റെ സംഘം ഇവിടെ എവിടെയോ ഉണ്ട്, ഇവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്ന തന്ത്രശാലിയായ അബൂ സുഫിയാൻ മനസ്സിലാക്കുകയും ഈ വലിയ കച്ചവട സംഘം ശാമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അബൂ സുഫിയാൻ വേറെ ബൈപ്പാസിലൂടെ തിരിച്ചുവിടുകയും അങ്ങനെ കച്ചവട സംഘം രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അബൂ സുഫിയാൻ ഇതൊരവസരമാണെന്ന് മനസ്സിലാക്കി അറേബ്യയിലുള്ള തന്റെ എല്ലാ ആളുകളെയും കയ്യിലെടുക്കാൻ വേണ്ടി ലംലമിനെ അങ്ങോട്ടയച്ചു. ലംലം ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഷർട്ടുകളെല്ലാം കീറി അദ്ദേഹം അട്ടഹസിക്കാൻ തുടങ്ങുകയാണ്. യാ മഅ്ശറ ഖുറൈശ് സമൂഹമേ, അത്തീമത അംവാലുകും മഅ അബീ സുഫിയാൻ ഖദ് അറദ ലഹാ മുഹമ്മദ് ഫി അസ്ഹാബി. നിങ്ങളെ എണ്ണിയാലൊടുങ്ങാത്ത സമ്പത്ത് മുടക്കിയ കച്ചവടം മുഹമ്മദിന്റെ പിടിയിൽ അമർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക എന്ന വിളിയാളം കേട്ട സമയത്ത് മക്ക ആകെ ഞെട്ടി ഉണരുകയാണ്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ട വാർത്ത പറഞ്ഞിട്ടില്ലെങ്കിലും ഈ മുഹമ്മദിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഉത്ബത്തും ഷൈബത്തും അബൂജഹലും എല്ലാം ഒന്നടങ്കം എഴുന്നേൽക്കുകയാണ്. എന്തിനായിരുന്നു? ഇനി ക്ഷമിക്കാൻ പാടില്ല, ഇനി ഒരിക്കലും ഇതിനൊരു മാറ്റമുണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി നൃത്തമാടുന്നവർ, കള്ളുകുടിക്കുന്നവർ, മദ്യപിക്കുന്നവർ, ചൂഷണം ചെയ്യുന്നവർ, എല്ലാ റൌഡികളെയും, അറേബ്യക്ക് പരിചയമുള്ള എല്ലാ റൌഡികളെയും തെരുവിലിറക്കിക്കൊണ്ട് 1300ഓളം സേനയെ ബദറിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ച് 300 സേന ഞങ്ങളില്ല എന്ന് പറഞ്ഞു മാറുകയും അങ്ങനെ 1000ഓളം വരുന്ന ആളുകൾ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന 100 കുതിരകൾ, 600 അങ്കികൾ, ഒട്ടകങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ഉത്ബത്തുണ്ട്, റബിയ ഉണ്ട്, ഷൈബത്തുണ്ട്, വലീദുണ്ട്, അബൂ സുഫിയാനുണ്ട്, അബൂ ജഹലുണ്ട്, ഇങ്ങനെ ഉഖബത്ത് ബിനു അബീ മുഅ്തുണ്ട്. ഇങ്ങനെ മക്കായിലെ ഏറ്റവും പ്രമുഖരായ എല്ലാ ആളുകളുടെയും നേതൃത്വത്തിൽ മക്കയുടെ എല്ലാ ഭാഗങ്ങളും നന്നായി മനസ്സിലാക്കിയ ആളുകളുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിടാനായിരുന്നു ഇവരുടെ പുറപ്പാട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് ഈ ഡ്യൂട്ടികൾ വീതിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെല്ലെ മെല്ലെ നീങ്ങുന്നത്. 2 കുതിരയാണുള്ളത്, 70 ഒട്ടകമാണുള്ളത്. പലർക്കും ആയുധമില്ല, പാദരക്ഷകളില്ല.
ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ ആ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രഥമ മാതൃകാ പുരുഷന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ബദറിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ബദർ അരങ്ങ് തകർക്കുന്നത്. അങ്ങനെ ബദറിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സ്ഥലത്ത് തമ്പടിച്ചു. ആ സമയത്ത് ഒരു സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ നിങ്ങളിവിടെ തമ്പടിച്ചിട്ടുള്ളത്? നബി പറഞ്ഞു, അല്ല. എന്നാൽ ഇവിടെയല്ല തമ്പടിക്കേണ്ടത്, ജലാശയത്തിന്റെ സമീപത്താണ്. പ്രതിപക്ഷത്തിന് വെള്ളം ലഭിക്കാതെ കഷ്ടപ്പെടണം എന്നു മനസ്സിലാക്കിയ ഈ സഹാബിയുടെ ഐഡിയ റസൂലുള്ളാഹി തങ്ങൾക്ക് വളരെ ഫലപ്രദമായി. അനുയായിയാണെങ്കിലും നേതാവിനോട് ആശ്വാസകരമായ ആരോഗ്യകരമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നത് പക്വമതിയായ ഒരു ലീഡറുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം ഏറ്റെടുത്തു. അങ്ങനെ ജലാശയത്തിന്റെ അരികിൽ സമീപിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കിട്ടാതെ അവർ വലയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമിക്കാൻ അവർ ഒരു ടെന്റ് കെട്ടിക്കൊടുത്തു. അവിടെയാണ് ഇന്ന് ബദറിൽ മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന പള്ളി നിലകൊള്ളുന്നത്. അവർക്ക് കാവലായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നിശ്ചയിക്കുകയാണ്. അന്ന് അങ്ങനെ ബദറിൽ ഇറങ്ങി സുശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടക്കാൻ പോവുകയാണ്. അൻസാറുകളായ ആളുകൾ പൊതുവെ കർഷകപ്രിയരായ ആയുധ പരിചയമോ യുദ്ധത്തിൽ വൈഭവമോ ഒന്നും നേടിയില്ലാത്ത മദീന നിവാസികൾ അവർ അധികവും കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്ര പരിചയം കുറവായിരുന്നു. മക്ക എന്ന് പറയുന്നത് അടിയുടെയും പിടിയുടെയും വേട്ടയുടെയും യുദ്ധത്തിന്റെയും സന്നാഹങ്ങൾ നേരത്തെ തന്നെ ഏറെക്കുറെ കരസ്ഥമാക്കിയ ആളുകളായിരുന്നു. അങ്ങനെ അൻസാറുകളായ 3 ചുണക്കുട്ടികൾ ബദറിലിറങ്ങിയപ്പോൾ ഉത്ബത്തും ശൈബത്തുമൊക്കെ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളോട് നേരിടാനല്ല വന്നത്, കർഷകരായ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. മക്കയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ധീരന്മാരെന്ന് പറയുന്ന ആളുകളില്ലേ അവിടെ എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ് റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നത്. ധീരോദാത്തമായ പോരാട്ടത്തിന് ബദർ സാക്ഷിയാണ്. മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും 2 പ്രമുഖരായ തലയെടുപ്പുള്ള നേതാക്കളെ നിഷ്പ്രയാസം വകവരുത്തി. പക്ഷേ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ വന്ന വലീദ്, ആ വലീദിന്റെ അരിയിൽ ഉബൈദ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് വീഴുകയാണ്. അങ്ങനെ ഇരുവരും വലീദിനെ വകവരുത്തി. ഇരുവരും കൂടി ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ എടുത്തു കൊണ്ടുപോവുകയാണ്. കൈകാലുകൾ മുറിക്കപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒലിച്ചൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ടെന്റിന്റെ അരികത്തേക്ക് മുഴുവനും വാർന്നൊലിക്കുന്ന രക്തവുമായി 2 പേരും ഉബൈദിനെ വഹിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഉബൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, എനിക്ക് രക്തസാക്ഷിത്വമില്ലേ? പടക്കളത്തിൽ നിന്ന് വിട പറയുന്നവനാണല്ലോ രക്തസാക്ഷിയുടെ പ്രതിഫലമുള്ളത്, എനിക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമില്ലേ എന്ന് ചോദിക്കുകയാണ്. ആശ്വാസത്തിന്റെ വാക്കുകൾ, നിങ്ങൾ ഷഹീദാണെന്ന് പറയുകയും അവർ അവിടെ വെച്ച് ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഇവിടെ സുഹൃത്തുക്കളെ, നാം ഒരു കാര്യം സ്മരിക്കേണ്ടതുണ്ട്. എന്താണ്? ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പ്രഥമമായി രംഗത്തിറങ്ങിയ ആ വലിയ പർവ്വതങ്ങൾ, സഹാബികൾ, വിശ്വാസത്തിന്റെ മരങ്ങൾ അന്ന് പടക്കളത്തിൽ ഇറങ്ങില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കഥയെന്താണ്? ശരീരവും മജ്ജയും മാംസവും രക്തവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിച്ച മാതൃകാ പുരുഷന്മാർ, ഉബൈദിനെ പോലെയുള്ള മാതൃകാ പുരുഷന്മാരെ കുറിച്ച്
അവർക്കൊരു സിന്ദാബാദ് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ A+ ഹതഭാഗ്യരാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി സമ്പത്തും ജീവനും നൽകി ഇസ്ലാമിനെ കെട്ടിപ്പടുത്ത ആ ബദർ ശുഹദാക്കളെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേറെയും പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരെ പറയാൻ പാടില്ല, അനുസ്മരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഹതഭാഗ്യരെ നിങ്ങൾക്കൊരായിരം ആദരാഞ്ജലികൾ എന്ന് പറയാനേ നമുക്കിവിടെ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ബദറിന്റെ ആദ്യത്തെ റൗണ്ട്. ആ ആദ്യത്തെ റൗണ്ട് പുറപ്പെടുമ്പോഴേക്ക്, ആദ്യത്തെ റൗണ്ട് വരുമ്പോഴേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഇറക്കുന്നത്. അങ്ങനെ മലക്കുകൾ ഇറക്കി ബദർ പടക്കളത്തിൽ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഹംസത്തുൽ കറാർ അടക്കമുള്ള നിരവധി ആളുകൾ ഈ രംഗത്തിറങ്ങി. അങ്ങനെയാണ് ബദർ വിജയത്തിലേക്ക് എത്തുന്നത്. 70ഓളം ആളുകളെ പ്രതിപക്ഷ സേനയെ തടവുകാരാക്കി പിടിക്കുകയും 70ഓളം ആളുകളെ വധിക്കുകയും ചെയ്ത് ആ വലിയ സമരമാണ് സുഹൃത്തുക്കളെ ബദർ എന്ന് പറയുന്നത്. ആ ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും ഇന്ന് അനുസ്മരണ ആഘോഷ മേളകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ബദറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് ഏറെ കാണാൻ കഴിയും. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ബദർ നൽകുന്ന ഒരുപാട് പാഠങ്ങൾ. ജീവിതത്തിലും സാമൂഹിക തലത്തിലും സാമ്പത്തിക തലങ്ങളിലും എല്ലാം ബദർ നൽകുന്ന പാഠം അതിബൃഹത്തായ പാഠമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തി, ഒരു ഇസ്ലാമിക രാജ്യത്തിൽ യുദ്ധമുണ്ടായാൽ എങ്ങനെ നേരിടണം, ആരൊക്കെ അതിലിടപെടണം, എങ്ങനെയാണ് അതിന്റെ നയങ്ങൾ, അപാകതകൾ എവിടെയാണ്, ഇനിയും വിജയത്തിലേക്കെത്താൻ എന്ത് രേഖയാണ് റെഡിയാക്കേണ്ടത് എന്ന വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സൂറത്ത് അൽ അംഫാലിന്റെ അവതരണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇസ്ലാമിക ചരിത്രത്തിൽ ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ, ആൾബലമില്ലാത്ത, ആയുധമില്ലാത്ത, ആരാലും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം നടത്തിയ ധർമ്മ വിപ്ലവം, ആ വിപ്ലവത്തെ ലോകാന്ത്യം വരെയുള്ള മുസ്ലിമീങ്ങൾ അനുസ്മരിക്കണം. അതുകൊണ്ടാണ് അതിന്റെ വിവിധ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മെ പരിചയപ്പെടുത്തുന്നത്. ആ ബദർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ, നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തതുപോലെ മുഷാവറ, എല്ലാ വിഷയങ്ങളിലും കൂടിയാലോചന നമ്മുടെ കൈവശമാക്കുക. കൂടിയാലോചനയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വലിയ മഹത്വത്തോടുകൂടി നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയോടും ഉപ്പയോടും സന്തതികളോടും സംഘടന ആളുകൾ നേതാക്കളോടും നേതാക്കളനുയായികളോടുമെല്ലാം കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നു മാത്രമല്ല, നാം കൂടിയാലോചന നടത്തപ്പെടുന്ന ആളുകൾക്ക് നമ്മളോട് വലിയ മാനസികമായ പൊരുത്തവുമുണ്ടാകും. രണ്ടാമത്, അന്നസ്റു മിൻ ഇൻദില്ലാഹി സുബ്ഹാന. എത്ര വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നാലും, എത്ര വലിയ ശക്തി ഉണ്ടായിരുന്നാലും, ആ ശക്തിയോ ഭൂരിപക്ഷമോ അല്ല വിജയത്തിന്റെ സ്കെയില് ഈമാനാണ് എന്ന തിരിച്ചറിവാണ് ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. ലോകാന്ത്യം വരെയുള്ള മുസ്ലിങ്ങൾ ഒരർത്ഥത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. പരന്നുകിടക്കുന്ന വിശാലമായ സഖ്യരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിനെതിരെ തിരിഞ്ഞാലും ബദർ നൽകുന്ന പാഠം അന്നസ്റു മിൻ ഇൻദില്ലാ. ഭൂരിപക്ഷമല്ല വിജയത്തിന്റെ മാനദണ്ഡം, ആയുധമല്ല വിജയത്തിന്റെ മാനദണ്ഡം, കാട്ടിക്കൂട്ടലല്ല വിജയത്തിന്റെ മാനദണ്ഡം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കാൻ ഒരുങ്ങുന്നോ, അള്ളാഹു നിങ്ങളെ സഹായിക്കും. വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്, പ്രഖ്യാപനമാണ്. ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. നിങ്ങൾ അന്ന് യുദ്ധം ചെയ്തിട്ടില്ല, പക്ഷെ അള്ളാഹുവാണ് യുദ്ധം ചെയ്തത്. അള്ളാഹുവിന്റെ സ്പെഷ്യൽ കോഡ്
ബദറിൽ ഇറങ്ങി ആ മല ഇന്നും നമുക്ക് അനുസ്മരണീയമാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇതൊക്കെ ബദറിനോടനുബന്ധിച്ച് അവതരിക്കപ്പെട്ട വിശുദ്ധ വചനങ്ങളാണ്. മൂന്നാമത്തെ പാഠം സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള വ്യക്തമായ വ്യതിരക്തത നടന്നത് ബദർ ദിനത്തോടു കൂടെയാണ്. ലഹറൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. മക്കായുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആഘോഷത്തിന്റെ ലഹരിയായിരുന്നു. അഞ്ചാമത്തേത് അൽ ഇംദാദു ബിൽ മലായിക, മാലാക്കമാരെ കൊണ്ടുള്ള ഹെൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. സൃഷ്ടാവ് വരച്ചു കാണിച്ച നേർരേഖ തെറ്റാതെ ജീവിച്ചാൽ മലക്കുകളുടെ സഹായമുണ്ടാകും. അത് ജീവിതമെന്നോ മരണമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും ഉണ്ടാകും. ആറാമത്തേത് അൽ മഗ്ഫിറത്തു ലി അഹ്ലി ബദർ. ബദറിന്റെ ആളുകൾ ഇസ്ലാമിനെ വാരിപ്പുണരാൻ മെമ്പേഴ്സ് ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ സമ്പത്തും ജീവനും എല്ലാം ഇസ്ലാമിന് സമർപ്പിച്ച ആ ബദർ ശുഹദാക്കൾക്ക്, ബദരീങ്ങൾക്ക് അല്ലാഹു അഡ്വാൻസായി എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൻ യദ്ഖുലൻ നാറ റജുലുൻ ശഹിദ ബദറൻ വൽ ഹുദൈബിയ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, നരകം സ്പർശിക്കുകയില്ല, നരകത്തിൽ ഒരാളും കിടക്കുകയില്ല. ബദറിലും ഹുദൈബിയിലും സാക്ഷിയായ, അതിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ കിടക്കുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. മറ്റൊരു പാഠം അൽ ഈമാനു വൽ യഖീനു വൽ അഖീദത്തുർ റാസിഖത്തു. തകർക്കാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ വലിയ സാഗരം തീർത്തതായിരുന്നു ബദർ നമുക്ക് നൽകുന്ന പാഠം. കറകളഞ്ഞ വിശ്വാസവും അതിനേക്കാൾ വലിയ ഉറപ്പും അതിന്റെ അപ്പുറത്തുമുള്ള ഒരാൾക്കും മറുത്തുമാറ്റാൻ കഴിയാത്ത വിശ്വാസവും. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. സുസ്ഥിരമായ വചനം കൊണ്ട് നിങ്ങളെ അല്ലാഹു പിടിച്ചു നിർത്തുമെന്ന ഖുർആനിന്റെ അക്ഷരങ്ങളെ, പ്രഖ്യാപനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു ബദറിൻ നമുക്ക് പരിചയപ്പെടുത്തിയത്. മറ്റൊന്ന് നേതൃത്വം, ലീഡർഷിപ്പ്. നല്ല കുറ്റമറ്റ ഒരു ലീഡർ നമുക്കുണ്ടാവുക എന്നത് വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണമാണ്. അഹ്ലുസുന്നയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ലീഡറാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം. ശൈഖുനായുടെ സാന്നിധ്യം എല്ലാ സംഘടനകൾക്കും വലിയ വലിയ താങ്ങും തണലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘ ആയുസ് സംഭാവന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു കണക്കാക്കിയ ഒരു വയസ്സ് കൊടുത്തിട്ടാണ് അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുന്നെങ്കിൽ വലിയ സ്വാഗതാർഹമാണ്. ശൈഖുന എന്ന് പറയുന്നത് വലിയ ലീഡറാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. മറ്റൊന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് വർത്തമാന പീരങ്കിയേക്കാളും ദക്ഷിണ കൊറിയയുടെയും വടക്കൻ കൊറിയയുടെയും അമേരിക്കയുടെയും തൊടുത്തുവിടത്തപ്പെടുന്ന മിസൈലിനേക്കാൾ വാല്യൂ ഉള്ള ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അരീഷ് ടെന്റിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. ബദറിലേക്ക് പോകുന്ന വഴിയിൽ റസൂല് പ്രാർത്ഥിച്ചു, നാഥാ, ഈ പാവസംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നെ വാഴ്ത്താൻ ഇനി ആളുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ വാഗ്ദത്തം ചെയ്ത സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം. അതുകൊണ്ട് പ്രാർത്ഥന, എല്ലാ സമയത്തും പ്രാർത്ഥിക്കുക, എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥന ആയുധമാക്കുക. വർത്തമാന ഇന്ത്യയുടെ ഭാവി അല്ലാഹു വളരെ സുസ്ഥിരമായ ഭാവിയാക്കി മാറ്റുമാറാകട്ടെ. പ്രാർത്ഥിക്കുക. മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ ആയുധമേന്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം മതം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനോട് പാപരഹിതമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ബദർ അതാണ്, പ്രാർത്ഥനയിലൂടെ വിജയം. അതാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം.
മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കാനുള്ള അടങ്ങാത്ത പ്രേമമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഉബൈദിന്റെ സംഭവം അതാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബദറിൽ പങ്കെടുത്തു ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, പ്രപഞ്ചത്തെക്കാൾ വ്യാപ്തിയുള്ള സ്വർഗീയ ഭവനം ആർക്കാണ് വേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ആ പ്രഭാഷണം കേട്ട് ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച് നടക്കുന്ന ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത് ലോകത്തോട് വിട പറയുകയുണ്ടായി. രക്തസാക്ഷിത്വത്തിന് അവർ നൽകിയ ഏറ്റവും വലിയ സ്നേഹമാണ്. റസൂലുള്ളാഹി തങ്ങള് യുദ്ധത്തിന് പോകുന്ന സമയത്ത്, അണികൾ സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് താഴ്ന്നും പൊങ്ങിയും ഒരു ചെറുപ്പക്കാരൻ കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസിനോടുകൂടെ യുദ്ധത്തിന് വേണ്ടി വന്ന 14-13 വയസ്സുള്ള ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. നബി പറഞ്ഞു, നിങ്ങൾ ചെറിയ ആളാണ്, നിങ്ങൾ ആരോഗ്യം കുറഞ്ഞ ആളാണ്, യുദ്ധം ചെയ്യേണ്ടതില്ല. മാറാൻ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ കരച്ചിലാണ്. എനിക്ക് രക്തസാക്ഷിത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങാത്ത ആ രോദനം കണ്ടുകൊണ്ട് നിയമം മറികടന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി അനുമതി കൊടുത്തെങ്കിലും ബദറിൽ കൊല ചെയ്യപ്പെട്ടുപോയി. രക്തസാക്ഷിത്വത്തിന് അവർ നൽകുന്ന അടങ്ങാത്ത സ്നേഹമാണ്. മറ്റൊന്ന് അദാലത്തുൻ നബി വ തവാളുഹു, റസൂലുള്ളാഹി തങ്ങളുടെ നീതിയാണ്. 2-3 പേർക്കൊരു വാഹനമാണ്. കുറച്ച് നബി കയറും, നബി കയറിയാൽ നബിയുടെ ഊഴം കഴിഞ്ഞാൽ പിന്നെ മറ്റ് സഹാബികൾക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ അവസരവും നിങ്ങൾക്ക് നൽകിയെന്ന് പറയുമ്പോൾ നബി പറയും, അത് പാടില്ല, ഇസ്ലാം നീതിയുടെ മതമാണ്. അങ്ങനെ നീതിയും വിനയവും ബദറിന്റെ മറ്റൊരു പാഠമാണ്. അൽ ഖില്ലത്തു തൻതസ്റു അലൽ കസറത്തി, ഏറ്റവും വലിയ ന്യൂനപക്ഷം തൻതസ്റു അലൽ കസറത്തി, ഭൂരിപക്ഷത്തെ ഓവർടേക്ക് ചെയ്യും, ശ്രമിച്ചാൽ കഴിയുമെന്ന പാഠമാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. ശിദ്ദത്തു ഹുബ്ബിസ് സഹാബത്തി ലില്ലാഹി വലി റസൂലിഹി, സഹാബത്തിന് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അടങ്ങാത്ത പ്രേമം. ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രം ധരിക്കാനില്ല, അങ്കി ധരിക്കാനില്ല, ആയുധമില്ലാത്ത സമയത്ത് പോലും പടക്കളത്തിലേക്ക് ഇറങ്ങണമെന്ന ആഹ്വാനം വന്നപ്പോൾ എല്ലാം മറന്നുകൊണ്ട് വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും എന്ന് പറഞ്ഞതുപോലെ സ്വന്തം ശരീരത്തെയും സമ്പത്തെയും സിട്ടാവിന്റെ മുമ്പിൽ സമർപ്പിച്ച അടങ്ങാത്ത സ്നേഹത്തിന്റെ ജ്വാലയാണ് ബദർ നൽകുന്ന പാഠം. മറ്റൊന്ന് അൽ-ഇബ്തികാറു ഫിൽ ഖുത്തത്തിൽ അസ്കരിയ, സൈനികമായ പ്ലാനിംഗ്, ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നത് ബദർ നൽകുന്ന മറ്റൊരു പാഠമാണ്. കുറച്ചാളുകളെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണിയണിയായി നിർത്തിയത് സൂറത്തു സഫിന്റെ 4-ാമത്തെ വരിയിൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, ഒരേ അണിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കന്നവും ബുൻയാനുൻ മർസൂസ്, തകർക്കാൻ കഴിയാത്ത ഭിത്തി പോലെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആളുകളാണെങ്കിലും അത് കൂടുതൽ പെരുപ്പിച്ചു കാണിക്കുക എന്ന തന്ത്രമാണ്, ആസൂത്രമാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം. അതുപോലെ തന്നെ അൽ ഇസ്തിഫാദത്തു മിനൽ ലറൂഫിൽ ബിഅ, സാഹചര്യത്തിന്റെ എല്ലാ അവസരങ്ങളും മുതലെടുക്കുക എന്നത് ബദറിന്റെ പാഠങ്ങളിൽപ്പെട്ടതാണ്. അൽ ഹിർസു അലാ റഫ്ഇൽ മഅനവിയ്യതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മധൈര്യം ഉയർത്താൻ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ മോട്ടിവേഷൻ നൽകി. ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ പ്രപഞ്ചത്തെക്കാൾ പ്രവിശാലമുള്ള സ്വർഗത്തിന്റെ വൈവിധ്യമാർന്ന ഭാഗങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തി. സഹാബികൾക്ക് ആത്മധൈര്യം വന്നു, വീടുകൾ മറന്നുപോയി, എല്ലാം മറന്നുകൊണ്ട് ബദറിലേക്ക് എടുത്തു ചാടി.
മറ്റൊന്ന് അദ്ദുആഉ അഹദുൽ അസ്ലിഹത്തിൽ ഫത്താക്ക, ഏറ്റവും വലിയ ആറ്റം ബോംബിനേക്കാൾ നാശകാരിയായ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അൽ ഹർബു ഖായിമത്തും ബൈന അഹ്ലിൽ ഈമാനി വൽ കുഫർ, വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽ എല്ലാ കാലങ്ങളിലും സമരത്തിന്റെ കാഹളം മുഴങ്ങുമെന്ന് ബദർ നൽകുന്ന പാഠങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ ആ ചരിത്ര പ്രസിദ്ധമായ ബദർ, ആ ബദറിൽ എമ്പാടും സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ ബദർ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ചരിത്രങ്ങളെല്ലാം ആധികാരിക റഫറൻസോടുകൂടെ അൽ ഇസാബത്തു ഫീ തംയീസ് സ്വഹാബ, ഉസ്തുൽ ഗാബ, സീറത്തുൻ നബവിയ്യ, സൂറ മിൻ ഹയാത്തു സ്വഹാബ തുടങ്ങിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ ചരിത്ര വായന ഇവിടെ സമർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളോടൊപ്പം സ്വർഗീയ ഭവനത്തിൽ ഉല്ലസിക്കാൻ നമുക്കെല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിൽ നടന്ന വിശ്വാസപരമായ പ്രകടനങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കാണാം, വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.